റേഷൻ ഡോക്ടർ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ പറയുന്ന ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് കാര്യം. മമ്മൂട്ടി കമ്പനിയുടെ 6ാമത്തെ സിനിമ, അതായത് മമ്മൂട്ടി കമ്പനിയുടെ 6ാമത്തെ സിനിമയും ഹിറ്റായി മാറുമ്പം മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ശരിക്കും പറഞ്ഞാൽ അത് ആ ഒരു പേര് ഏതൊരു പ്രേക്ഷകനും 100% ഉറച്ച് വിശ്വസിച്ച്, അതായത് 100% സക്സസ് റേറ്റ് ഉള്ള ഒരു നിർമ്മാണ കമ്പനി, അവർക്കൊപ്പം വേഫെയറിൻ്റെ ഡിസ്ട്രിബ്യൂഷനോടാകുമ്പോഴത്തേക്ക് ഇപ്പോൾ നമുക്കറിയാം 200 സ്ക്രീനുകളോളം റിലീസ് ചെയ്ത സിനിമ ഇപ്പോൾ 225 കൂടിയിരിക്കുകയാണ്. സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഒരു മിക്സഡ് റെസ്പോൺസ് എന്നുള്ള രീതിയിലേക്ക്, അതായത് തുടക്കത്തിൽ കുറേ ആൾക്കാർ വരുത്തി വെച്ചെങ്കിലും ക്രമേണ പ്രേക്ഷകർ അത് ഏറ്റെടുത്ത് വലിയ രീതിയിലുള്ളൊരു വിജയത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ആ സിനിമ കുറേ ആൾക്കാർ പറയുന്നത് കേട്ട് ആ സിനിമയുടെ അതായത് കഥ അങ്ങോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പം അതിൻ്റെ ഒരു ക്ലൈമാക്സ് അല്ലെങ്കിൽ അതിനകത്ത് കുഴപ്പക്കാരൻ അല്ലെങ്കിൽ വില്ലൻ എന്നൊക്കെയുള്ള രീതിയിൽ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചില ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിപ്പം എനിക്ക് തോന്നുന്നു പണ്ട് കൊച്ചാൾ എന്ന് പറയുന്ന ഒരു സിനിമയ്ക്കകത്ത് അതിൻ്റെ ക്ലൈമാക്സിൽ അതിനകത്ത് നായകന് ഒരു ക്രൈം എങ്ങനെയാണ് തെളിയിച്ചതെന്ന് ചോദിക്കുമ്പം ഇന്ദ്രൻസിൻ്റെ ക്യാരക്ടർ പറയും, ഇത്രയേ ഉള്ളായിരുന്നു, ഇങ്ങനെയായിരുന്നു എന്ന്. അപ്പോൾ അതിന് നായകൻ മറുപടിയും പറയും അതിനകത്ത്. അല്ലെങ്കിലും ഒരു കാര്യം തെളിയിച്ച് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് പിന്നെ എല്ലാവർക്കും തോന്നുക ഇത് ഈസി ആയിരുന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് ഈ മനസ്സിലാവുമായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ ആളുകൾ പറയും. അതായത് ഇപ്പോഴും ഈ സിനിമ കണ്ടു കഴിഞ്ഞ ആളുകൾ നമ്മൾ ചിലരോട് ചോദിക്കുമ്പോൾ പറയും ക്ലൈമാക്സ് പ്രഡിക്റ്റബിൾ ആയിരുന്നു, ക്ലൈമാക്സ് ഞങ്ങൾക്ക് നേരത്തെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റി എന്നൊക്കെ ആൾക്കാർ പറയും. ഒന്നും പറ്റത്തില്ല. ഇതിനകത്ത് ക്ലൈമാക്സ് ഒരു തരി സൂചന പോലും തരാതെയാണ് അതിൻ്റെ ക്ലൈമാക്സിലേക്ക് ഈ സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഒരു പക്ഷേ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ മാത്രമായിരിക്കും ഒരാൾക്ക് അതായത് ഇതിനകത്തുള്ള യഥാർത്ഥ വില്ലൻ ആരാണെന്ന് അറിയാൻ സാധിക്കുന്നത്. കാര്യം അത്രയും ഒരു കൈയടക്കത്തോടുകൂടിയാണ്, അത്രയും ഭംഗിയായിട്ടാണ് ഗൗതം വാസുദേവ മേനോൻ ആ സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുപോലെ ഇപ്പം മമ്മൂക്കയുടെ ഒരു ക്യാരക്ടറും, ഇപ്പോൾ മമ്മൂക്കയുടെ ക്യാരക്ടറിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അദ്ദേഹം ഒരു ഇൻവെസ്റ്റിഗേറ്ററായിട്ട് ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അതായത് പ്രൈവറ്റ് ഡിറ്റക്റ്റീവായിട്ടും CBI ഓഫീസറായിട്ടും ഒക്കെ അദ്ദേഹം ഒരുപാട് സിനിമകളിൽ, പോലീസ് ഓഫീസറായിട്ടും ഒക്കെ, അതായത് ഒരു കോൺസ്റ്റബിൾ വരെ ആയിട്ട് അദ്ദേഹം ഒരുപാട് സിനിമയ്ക്കകത്ത് ഒരുപാട് റോളുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് നമുക്കറിയാം കാര്യം അദ്ദേഹത്തിൻ്റെ ഞാൻ ഇന്നലത്തെ ഒരു വീഡിയോ പറഞ്ഞ കണക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ഡ്രസ്സിങ്, അതായത് അദ്ദേഹം ഡ്രസ്സ് ചെയ്യുന്ന ഒരു സ്റ്റൈൽ ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് മേക്കപ്പുകളൊന്നും അദ്ദേഹത്തിൻ്റെ മുഖത്ത് വാരിയിടാതെ വളരെ നാച്ചുറലായിട്ടുള്ള രീതിയിലാണ്, അതായത് വളരെ സാധാരണഗതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു കഥാപാത്രത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ നമുക്കറിയാം ഈ സിനിമയുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ പറഞ്ഞു കേട്ട് പിന്നെ അധികം ആരും പറയാതെ പോയ അദ്ദേഹത്തിൻ്റെ നിറങ്ങൾ തിരിച്ചറിയാൻ ഉള്ള ശേഷിയില്ലായ്മയെക്കുറിച്ചൊക്കെ ഉള്ള അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിനെ കുറിച്ചൊക്കെ നമ്മൾ ആദ്യം തന്നെ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഏറ്റവും ഭംഗിയായിട്ടുള്ള രീതിയിലാണ് മമ്മൂക്ക. പിന്നെ മമ്മൂക്കയും ഗോകുൽ സുരേഷും എനിക്ക് തോന്നുന്നു ഇനിയും ഒരുപാട് ഈ സിനിമയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് പാർട്ടുകൾ വരുമ്പം നമ്മളിപ്പം പല ആൾക്കാരെയും പല കോമ്പോയും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പം മമ്മൂക്കയോട് ഇന്നാരെ, ലാലേട്ടനോട് ഇന്നാരൊക്കെ. എനിക്ക് തോന്നുന്നു ഒരു 2 തലമുറയിൽ, അതായത് വ്യത്യസ്തമായിട്ടുള്ള 2 തലമുറയിൽപ്പെട്ട മമ്മൂക്കയും അതുപോലെ ഈ തലമുറയിൽ വരുന്ന ഗോകുൽ സുരേഷും കൂടെ ഏറ്റവും നല്ലൊരു കോമ്പിനേഷൻ ആയിരുന്നു രണ്ടുപേരുടെയും കൂടെ, ഏറ്റവും നല്ലൊരു കോംബോ ആയിരുന്നു രണ്ടുപേരുടെയും എന്ന് നമുക്ക് പറയാൻ പറ്റും. കാര്യം അത്രയും മനോഹരമായിട്ടാണ് ഈ സിനിമയ്ക്കകത്ത് രണ്ടുപേരും കൂടെ അഭിനയിച്ച് ഫലിപ്പിച്ചിരിക്കുന്നതെന്ന് പറയുന്നത്. അതിനകത്ത് ഓരോ ആൾക്കാരും, ഇപ്പം അതിനകത്ത് നായികയാണെങ്കിലും മറ്റുള്ള ക്യാരക്ടേഴ്സിനെ കുറിച്ച്, ക്യാരക്ടർ റോൾ ചെയ്തിട്ടുള്ള ആളുകളെക്കുറിച്ചൊക്കെ പറയാനാണെങ്കിൽ എല്ലാവരും അതിഭംഗിയായിട്ട് അതിഗംഭീരമായിട്ടുള്ള രീതിയിലാണ്. ഇതൊക്കെ പറയുമ്പോഴും നമുക്കറിയാം കാര്യം ഒരു തമിഴ് സ്റ്റൈലൊന്നും ഇല്ലാതെ ഒരു മലയാള സിനിമ എങ്ങനെ ഒരുക്കിയെടുക്കാം. കാര്യം അതിനെനിക്ക് തോന്നുന്നത് ഏറ്റവും നല്ലൊരു കഥ ഇത്തരത്തിലുള്ള ഒരു അന്വേഷണപരമായിട്ടുള്ള ഒരു കഥയായിരിക്കും നല്ലതെന്ന് ഗൗതം വാസുദേവ മേനോനും തോന്നിയിട്ടുണ്ടാവും. എന്തായാലും ഏറ്റവും ഭംഗിയായിട്ടുള്ള രീതിയിൽ ഈ സിനിമ തിയേറ്ററിൽ എത്തിക്കാനും, അല്ലെങ്കിൽ ഈ തിയേറ്ററിൽ മമ്മൂട്ടി കമ്പനിയുടെ തുടർച്ചയായിട്ടുള്ള 6ാമത്തെ സിനിമയ്ക്കും വലിയൊരു വിജയം നേടിക്കൊടുക്കാനും സാധിച്ചതിനകത്ത് ഗൗതം വാസുദേവ മേനോൻ്റെ പങ്ക് ചെറുതല്ല. അതുപോലെ ഇതിൻ്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്ന നീരജും സൂരജും, എനിക്ക് തോന്നുന്നു അവരുടെ പേര് അങ്ങനെയാണെന്ന് തോന്നുന്നു, ഏറ്റവും ഭംഗിയായിട്ടുള്ള രീതിയിൽ തന്നെയാണ് അവരതിൻ്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. പിന്നെ ഈ നമ്മൾ പറഞ്ഞ കണക്ക് ഒരു സ്ലോയിലാണ് കഥ പോകുന്നതെന്നൊക്കെ പല ആൾക്കാരും പറയുന്ന രീതി, ഈ കഥ അങ്ങനെ പോകാൻ പറ്റൂ, ഈ കഥ അങ്ങനെ അവതരിപ്പിക്കാൻ പറ്റൂ. കാര്യം അദ്ദേഹം ഈ പറഞ്ഞ കണക്ക് ഒരു സർവീസിൽ നിന്ന് മാറി വന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവാണ്. മാത്രമല്ല ഈ പറഞ്ഞ കണക്ക് അദ്ദേഹം അങ്ങനെ വലിയ കേസുകളൊന്നും മുമ്പ് തെളിയിച്ചിട്ടില്ലാത്തതാണെന്ന് നമുക്ക് ഇപ്പോൾ സിനിമയുടെ റിലീസിന് മുന്നേ തന്നെ നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ പേജിൽ ഒരു ഇതായിട്ട് കൊടുത്തിരുന്നത്, അതായത് എല്ലാവിധ കേസുകളും അന്വേഷിക്കുന്ന ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ്, എന്തോ ആയിക്കോട്ടെ. കാര്യം വലിയ ക്രൈം നടന്നിരിക്കുന്ന കേസുകൾ മാത്രമല്ല, ചെറിയ ഈ കുട്ടിത്തം പോലെ നമുക്ക് തോന്നുന്ന രീതിയിലുള്ള പല കേസുകൾ പോലും അന്വേഷിക്കുന്ന ഒരു ഏജൻസിയാണ് അദ്ദേഹം നടത്തുന്നതെന്ന് നമുക്ക് ആ സിനിമയുടെ റിലീസിന് മുമ്പ് തന്നെ അറിയായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള രീതിയിലുള്ള ഒരു ക്യാരക്ടറാണ് അദ്ദേഹത്തിൻ്റെ. അപ്പം
കുടുംബമായിട്ട്, കാര്യം ഇത്തരത്തിലുള്ള സിനിമകൾ നമ്മൾ തിയേറ്ററിൽ നഷ്ടപ്പെടുത്തിയിട്ട് പിന്നീട് OTT വരുമ്പം പോയി കണ്ടിട്ട് അയ്യോ നല്ല സിനിമയായിരുന്നല്ലോ, ഇത് എന്തുകൊണ്ട് തിയേറ്ററിൽ കാണാൻ പറ്റിയില്ല എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. കുടുംബപരമായിട്ട് ഇന്നിപ്പം എനിക്ക് തോന്നുന്നു ഇന്ന് വെള്ളിയാഴ്ചയാണ്, വെള്ളിയും ശനിയും ഞായറും ഒക്കെ, പ്രത്യേകിച്ച് നാളെയും മറ്റന്നാളും ഒക്കെ ഏറ്റവും കൂടുതൽ ഫാമിലിയായിട്ട് നമുക്ക് പോയി സിനിമ കാണാൻ പറ്റുന്ന ദിവസങ്ങളാണ്. കാര്യം എല്ലാവരും തിയേറ്ററിലേക്ക് പോവുക, ഈ സിനിമ തീർച്ചയായിട്ടും കാണേണ്ടതാണ്. കാര്യം ഈ സിനിമ കാണാതിരിക്കേണ്ടെന്ന ഒരു കാര്യവുമില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ സിനിമ കാണണം എന്ന് തന്നെയാണ് ഞാൻ എല്ലാവരോടും എൻ്റെ ഒരു റിക്വസ്റ്റ് എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം എന്നുള്ള രീതിയിലോ നിങ്ങളുടെ അടുത്ത് ഞാൻ പങ്കുവെക്കുന്നത്. താങ്ക് യു.